ഇതിപ്പോൾ അഷ്റഫ് ഖയോ അല്ലെങ്കിൽ അഷ്റഫ് ഖ എന്നുള്ള വ്യക്തി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ മൃതദേഹം ഇവിടുന്ന് കയറ്റി വിടുന്ന ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ഉണ്ട് അല്ലേ? അത്തരം ആളുകൾ ഇത് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അതുണ്ട് ഏജൻസിക്കാരുണ്ട്. അപ്പൊ അതുണ്ട് അങ്ങനെ ഏജൻസിക്കാർ ഒരു ലൈസൻസ് കൊടുത്ത് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് ഉള്ളവരാ ഒരു ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനവും കാര്യമൊക്കെ എടുത്ത് വെറുതെ ചെയ്ത് കൊടുക്കൂല. സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ജർമ്മനി അങ്ങനത്തെ സ്ഥലത്ത് 25,000 20,000 ഒക്കെ വാങ്ങുമല്ലോ, ചാർജ് ചെയ്യും. പിന്നെ എല്ലാ സ്ഥലത്തും പോകാം 10, 12, 15 ഒക്കെ വാങ്ങും. അതുണ്ട്. അത് പണ്ടേ ഉണ്ട്, അതേ ഉണ്ട്. അപ്പം അതാണ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുന്ന ആൾക്കാർ. അതുവരെ പറയണ്ടേ, ആളെ പേര് അറിഞ്ഞൂടെ, പറയുന്നത് ബുദ്ധിമുട്ട്. പിന്നെ പറഞ്ഞ് എനിക്ക് കാർഗോ ഏജൻസി ഉണ്ട്, ഇന്ന് ഈ സമയം വരെ ഇല്ല, ഇവിടെ ചെക്ക് ചെയ്താറുണ്ട് കാർഗോ ഏജൻസി ഉണ്ടെങ്കിൽ. അശോക് ഖയുടെ ഇപ്പോഴത്തെ വരുമാന മാർഗം നേരത്തെ പറഞ്ഞ കാര്യം അതേ ഉള്ളൂ. വെറുതെ ആദ്യമൊക്കെ നല്ലൊരു പൈസ ഇട്ടുണ്ടായി, ഇപ്പം അത്യാവശ്യം ജീവിക്കാൻ പൈസ കിട്ടും. നമ്മൾ ഈ ഒരു പ്രൊസീജിയറിലെ ഇപ്പോൾ ചില ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ഇതിൻ്റെ പിന്നാലെ കൂടുന്ന ഒരു വലിയൊരു എഫേർട്ട് ഉണ്ടല്ലോ, ഒരു അധ്വാനം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം വാങ്ങാതെ നമ്മളിത് ചെയ്യുമ്പോൾ എന്താണ് അതിൽ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായത്? ഒരു പ്രതിഫലം ഇല്ലാതെ ഇന്നലെ ആലോചിച്ചില്ല. അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒഴിവായി പോയിക്കാണും.